ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയ സിം സ്റ്റോറീസ്. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നത്. വെറൈറ്റി അല്ല, എല്ലാവരും ചെയ്യണേ. അതെ, എല്ലാ കപ്പിൾസും ചെയ്യണതാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എല്ലാവരും ചെയ്യുന്നത്. അപ്പം നമ്മളോട് ഒന്ന് രണ്ട് ആളുകളായിട്ട് ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഒന്ന് ചെയ്യുമോ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിച്ച് ഒരു ഗെയിം എന്തായാലും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് ഗെയിമാണ് പറഞ്ഞത്? ഗെയിമൊന്നുമല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഞാൻ യാസിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചു, അത്ര. അപ്പോൾ നമുക്ക് കളിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ചോദിക്ക്, കേക്കട്ടെ. ഫസ്റ്റ് ഞാനല്ല, ഫസ്റ്റ് ചോദിക്കണ്ട, ഫസ്റ്റ് നിങ്ങൾ ചോദിക്കടി. നിങ്ങൾ ചോദിക്കി. എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടുണ്ടായി. ഞാനില്ലേ ഒരു 30 ദിവസം എൻ്റെ ഫോണില്ല, ഞാൻ മാത്രമായിരിക്കും എൻ്റെ കൂടെ. എൻ്റെ ഫോൺ വാങ്ങി വെച്ചു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഇതില്ലാല്ലേ, ഫോണില്ലാണ്ട് 30 ദിവസം ഫോണൊന്നും ഇല്ല, ഞാൻ മാത്രം ഉണ്ടാവും. എനിക്ക് അതിലൊരു പ്രശ്നമില്ല. ഞാനെപ്പോഴും ഫോൺ എടുത്തേക്കാൻ അങ്ങോട്ട് പറയുന്ന ഒരാളാണ്. എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ, ബാത്റൂം പോകുമ്പോൾ ഒക്കെ ഫോൺ എടുത്തേക്ക് ചീത്ത പറഞ്ഞിട്ട് എടുത്ത് വെപ്പിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഫോണില്ല വെച്ചിട്ട് നോ പ്രോബ്ലം. അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റായിട്ട് എപ്പോഴാണ് ഐ ലവ് യു പറഞ്ഞു? ഫസ്റ്റായിട്ട് എപ്പോഴാന്ന് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റായിട്ട് പറയണം. ഒരു വീഡിയോയിൽ തലവേദനയാണ്. ഇയർ മതി, ഇയർ ആയാലും മതി. ഇയർ ആണെങ്കിൽ 2018. ശരിയല്ലേ? അതാണ് ചോദിക്കില്ല, ഇയല്ലേ ചോദിച്ചു. അന്നല്ലേ ഏറ്റവും ശല്യപ്പെടുത്തിയ എൻ്റെ സ്വഭാവം എന്താ? ഞാൻ ആൾക്ക് ഏറ്റവും ഡിസ്റ്റർബ് ആവണം എൻ്റെ സ്വഭാവം എന്താ? എനിക്ക് ഏറ്റവും ഡിസ്റ്റർബൻസ് ആവണത് ഞാൻ ഒരു വർത്താനം പറയുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഫോണിൽ കളിക്കും. ഞാൻ ഇതിന് മാത്രം ഫോണിൽ ഫോണിലാണ്, ഒരു ഫോണിലല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളേ, അതുകൊണ്ട് ഫോണിൽ കളിക്കും. ഫുഡ് കഴിക്കുമ്പോ പോയാൽ അങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ എന്നൊക്കെ പറയില്ല, സ്ക്രീൻ അഡിക്ഷൻ അല്ല ഞാൻ പറഞ്ഞത്. ഞാന് ഗൈസ് നിങ്ങൾ കേൾക്കേണ്ടത് വെച്ചാല് റീൽസ് ഇപ്പൊ ഫോട്ടോഗ്രാഫി റീൽസ് മാത്രമാണ്, അതിനെടുക്കൊരു എന്റർടൈൻമെന്റ് 1-2 റീൽസ് ആണ്. എത്ര തിരക്കുണ്ടെങ്കിലും ബാത്റൂം പോകുമ്പോഴേ ബാത്റൂം പോയി ഒറ്റയ്ക്ക് ചടപ്പിടിച്ചിരിക്കണ്ട. ഞാനൊക്കെ അങ്ങനല്ലേ ബാത്റൂം പോണേ. എന്താ അപ്പൊ ഞാന് ഈ 1-2 പരിപാടികളൊക്കെ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഫോണിൽ ചെയ്യാണ്ടാവും, പിന്നെ ഫയൽ ഷെയർ ചെയ്യാണ്ടാവും, അതൊക്കെ ഉണ്ടതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോണിലാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം ഫോണിലായിരിക്കും. അപ്പോൾ അതൊന്നും ഓള് നോക്കൂല. ഞാൻ പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും റീൽസോ അല്ല ഷോർട്ട് ഒന്ന് കാണുമ്പോൾ ഇവൾക്ക് പിന്നെ തുടങ്ങുള്ളൂ. എന്ത് ചെയ്യാനാ?
അതെ ആയിക്കോട്ടെ. എന്നാ ഞാൻ അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു പീരീഡ് എങ്ങനെയാണ് എൻജോയ് ചെയ്തിക്കണോ അതോ കല്യാണത്തിന് മുന്നേ അടിക്കുക? കല്യാണത്തിന് എന്നെ സംബന്ധിച്ചോളം കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം ഏതെങ്കിലും ഒന്നെന്ന് പറയാനിപ്പോ എനിക്ക് രണ്ടടിപൊളി തന്നെയാണ്. എല്ലാം നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതായിട്ടുള്ള കുറച്ച് ഇതൊഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ അടിപൊളി. അത് നിക്കാഹിന് മുമ്പാണെങ്കിലും നിക്കാഹിന് ശേഷമാണെങ്കിലും ഇപ്പം നമ്മളൊരു ഇതുണ്ടല്ലോ ഫിനാൻഷ്യലി ഇതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളി. മുമ്പും ശേഷമൊക്കെ ഇപ്പോഴൊക്കെ അടിപൊളിയാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ. ഞാനില്ലേ ഈ ഒരു സോംബി ഒരു ഇതിൽ വിട്ട് ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ഒരു സോംബി ഇതിൽ പെട്ട് ഞാൻ എന്നിട്ട് അതിൽ സോംബിയായി മാറി. ഞാൻ സോംബി. അപ്പൊ ഈ ഇന്നെന്ത് ചെയ്യും? സോംബിയായി മാറിക്കഴിഞ്ഞാ ഞാൻ പറയും. ഞാൻ മാക്സിമം എന്റെ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാന്ന് ചോദ്യത്തിനുള്ള ആൻസർ വേണം. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ സോംബി ആയപ്പോ നിങ്ങളെ കാണുമ്പോ പേടിയാവൂലേ? നിങ്ങളല്ലല്ലോ ആകുന്നത്. അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയില്ല. ഫെയിലായിട്ടോ ഇനി നേരത്തേക്ക് ചോദിച്ചോ. എന്റെ ചോദ്യം, ഒരു വൈഫ് എന്നതില് ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നില്ല, എത്രത്തോളം ഇതാണ് കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വൈഫ് എന്ന നിലയില് എനിക്ക് വൻ കംഫർട്ടബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള പെൺകുട്ടികളെ പോലെ എല്ലാ പെൺകുട്ടികളല്ല, എന്നാലും ഇവളത്ര എക്സ്പെൻസീവ് അല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്തേലും ഞാൻ പൊതുവെ എന്താ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓള് വേണ്ടതെന്ന് പറഞ്ഞോളൂ. പിന്നെ ഇനിയിപ്പോൾ പുറത്ത് എവിടെ പോയിട്ട് എന്താ കഴിക്കുകയാണെങ്കിലും എന്താണ് എല്ലാം കുറച്ച്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ അതൊക്കെ എനിക്ക് കംഫർട്ടബിളാണ്. മനസ്സിലായില്ല? പിന്നെ വേറെ വിഷയം എന്നെ വല്ലാണ്ടൊന്നും എടുങ്ങാറാക്കില്ല വെച്ചാൽ ഭയങ്കര അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടൊന്നും ബുദ്ധിമുട്ടിപ്പിക്കൂല, ഇതാക്കൂല. പിന്നെ ഏറ്റവും വലിയ കംഫർട്ട്, ഏറ്റവും വലിയ എൻ്റെ മനസ്സിലൊരു സമാധാനം എന്താ വെച്ചാൽ എന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാം അതിൻ്റെ കൂടെ ഡീൽ ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. എൻ്റെ ഏത് സിറ്റുവേഷൻ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കും. അതാണ് പ്രൗഡ് ഓഫ് യു ഡിയർ, പ്രൗഡ് ഓഫ് യു. അടിച്ചാലും കുടിക്കോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഉണ്ടായ ഏറ്റവും എനിക്ക് അടിപൊളിയായ ഒരു ദിവസം. എന്താ യാസി ഒരാവശ്യം വലിയൊരു ട്രിപ്പ് പോയി. ഒരു 38 days 39 days. ആ ഡേ കഴിഞ്ഞ് വന്നു. അന്നത്തെ ദിവസം ഫുൾ എനിക്ക് കലിപ്പും സങ്കടം ഇതൊക്കെയാണ്. പക്ഷെ പിറ്റത്തെ ദിവസം
രാത്രിയും എൻജോയ് ചെയ്തല്ല, എന്താ പറയാ, അത്രയാണ് അടിപൊളിയാക്കിയ ദിവസം. ഒരു പിറ്റേ ദിവസം കൊറേ കാണാണ്ടും പറയാത്തില്ല, കൊറേ ഇങ്ങനെ കാണാണ്ടും സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വേണ്ടിയ പോലെ എനിക്ക് കിട്ടിയപ്പോ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. ലിയ കരിയുടെ കേസ്. അപ്പൊ ഇനി അടുത്തതിന്റെ ഞാനിപ്പോ ചോദിച്ചേ ആ പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഇനി എന്റെ ഇഷ്ടം എന്താ വെച്ചാല്, നമ്മളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും പേടിക്കണ ഒരു കാര്യം എന്താ? ഫ്യൂച്ചറിലോ പ്രസന്റിലോ ഭയമുള്ളൊരു കാര്യം. ഭയമുള്ള കാര്യം എന്ന് വെച്ചാല് എനിക്കങ്ങനെ ഭയമുള്ള കാര്യമൊന്നുമില്ല. എനിക്കെന്താ അറിയോ, ഒന്നൊന്ന് സെറ്റാവണം. എനിക്ക് ആ കാര്യം അതിക്ക് ആവല്ല ഇങ്ങനെ തന്നെ ആയി പോവോ, അല്ലെങ്കിൽ ഈ സ്ട്രഗിളിങ് ഒക്കെ മാറിയിട്ടൊരു കംഫേർട്ട് സോണിലെത്തണം. അതാണ് അത് എപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ആവൂല ഇനി ജീവിതം മൊത്തം എന്താ പറയുക ഇങ്ങനെ ഇടങ്ങേറായി പോവോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഇതുണ്ടല്ലോ, ആ ഒറ്റ പേടിയുള്ളൂ. കംഫേർട്ട് എപ്പം ട്രൈ ചെയ്യണ്, ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്ന ട്രൈ ചെയ്യണം. പല പ്രതിസന്ധികളും പലതും ഇങ്ങനെ പോകാമല്ലോ. അപ്പം ഇതിനിടയ്ക്ക് ഈ കംഫേർട്ട് സോണിലേക്ക് എത്താനുള്ളൊരു ഞാൻ മനസ്സിൽ അന്യായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെനിക്ക്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളിലേക്ക് പോകാൻ. അപ്പം അതൊക്കെ അവിടേക്ക് എന്ത് ചെയ്യണം, എത്തണം. അപ്പം അത് എത്തൂലേ. ഞാൻ പലതും എന്നോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളുണ്ട്. അപ്പം അതൊക്കെ നിറവേറ്റാൻ പറ്റൂലേ എന്നുള്ളൊരു ഭയം അതുണ്ട്. വേറെ പ്രശ്നം അപ്പം ഈ പറഞ്ഞതിന് വേറെ ഭയം. എൻ്റെ കൂടെ എനിക്ക് എവിടെ പോകാനാണ് ഏറ്റവും വലിയ ആഗ്രഹം? എവിടെ പോകണമെന്നാണ്. ഇപ്പം എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഇനി കുട്ടി അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പോകണമെന്ന് തോന്നുന്ന ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹമുള്ള സ്ഥലം അതാണ് പ്ലേസ്. അങ്ങനെ ചോദിക്കുകയാണെ ഞങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ. കാശ്മീർ പോകാനാണ് ആഗ്രഹം. അവിടെ മാത്രല്ല കേട്ടോ, എനിക്ക് പിന്നെ മാൽദീവ്സ് പോകാനും നല്ല ഇതുണ്ട്. ആ 2 സ്ഥലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോകണമെന്ന് തോന്നിയിട്ടുള്ള സ്ഥലം. അല്ലാത്തടത്തൊക്കെ പോയാൽ അടിപൊളി, അതോ അത്ര ഉള്ളല്ല. അവിടെ പോകണം എന്നുള്ളൊരു ഇതിൻ്റെ വേറെ ഇതിനോടൊന്നുമില്ല. അപ്പൊ അങ്ങ് പോയാൽ ഞാൻ എൻ്റെ കൂടെ പോവാൻ വേറെ ആരും കൂടെ. അപ്പൊ അതാണ് പറഞ്ഞത്. അത് ഞാൻ എന്തായാലും ഒരു ദിവസം കൊണ്ടുപോട്ടു. അന്ന് കാണാം വീഡിയോ. അതിൻ്റെ പ്രഹസനം വരും, പ്രഹസനം. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട്. എന്റെ സ്വഭാവങ്ങളില് ഞാൻ മാറ്റണം നിങ്ങൾക്ക് തോന്നിയ 2-3 സ്വഭാവം പറയാം. ഇത് കഴിഞ്ഞിട്ട് അടിയാവോ എന്തോ. ഇവൾക്കൊരു ഇളിയുണ്ട് കേസ്. ഒന്നാമത് എൻ്റെ ഇളി ഒരുമാതിരി ഇളിയാ. പിന്നെ അത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നോ പറയൂല. അപ്പോൾ പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ, അല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇത് പറയില്ലത് മോഹനോ ഇങ്ങുണ്ടോ ബലു വീർപ്പിച്ച പോലെ എന്നിട്ട് മുണ്ടുമില്ല താക്കില്ല. ആ ഒരു ടേം ഉണ്ടല്ലോ, ഉണ്ടാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ ഇതിങ്ങനെ കയറി ഇങ്ങനെ വരും. പിന്നെ എന്താ വെച്ചാൽ അതിപ്പോൾ
നമ്മളെന്താ പറഞ്ഞ അപ്പം കരച്ചിലോ ആവും, നമുക്കൊന്നും പറയാനും പറ്റൂല. ആ 3 സ്വഭാവം മൂന്നുള്ള മാറ്റമുണ്ട്. മാറൂല, ജന്മനാ ഉള്ളതാണത്. ആ 3 സ്വഭാവമാണ് ശരി. ചില സമയത്തൊക്കെ നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്നെ ടെൻഷൻ അടിക്കണം. ഓരോ ഭാഗത്ത് ഇവളെ ഭാഗത്ത് തെറ്റെങ്കിലും അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ അത് പിന്നെ ഐ ഡോണ്ട് കെയർ ദാറ്റ്. നിങ്ങളെ ഇഷ്ടം നിന്റെ കഴിഞ്ഞില്ല. ആ എന്നിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കാര്യം കേക്കട്ടെ. പറയാനും പറയില്ല, പക്ഷെ മെയിനാക്കിയ പിന്നെ ഒരു കാര്യം പറയില്ലേ. ഇല്ല, മെയിനാക്കൂല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാല് ജയറാമ് മറ്റേ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കും. പറ കേക്കട്ടെ. എന്താ പറയാ, വേണോ പറ. യാസി എനിക്കിപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്താ, ഇനിയിപ്പോ പൈസ ഇല്ലാത്ത ടൈമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകാൻ പറ്റാത്ത ടൈമോ അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും എങ്ങനെയാലും വാങ്ങിത്തരും. പിന്നെ ആണെങ്കിൽ അധികം എനിക്ക് എനിക്ക് എന്തേലും സങ്കടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളല്ലാത്തത് തന്നെ എന്തേലും ഇതൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും മാക്സിമം എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കും. അത് രണ്ടും എനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. അല്ല, അങ്ങനെയല്ല, എനിക്ക് എന്ത് പറയാൻ പറ്റുന്ന ഒരാളാണ്. അതെന്താണെങ്കിലും എനിക്ക് ഒരു ഇതും ഇല്ലാതെ പറയാം. ബാക്കിയുള്ള ഒരു ആൾക്കാരെ അത് മതി. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ചോദിക്കണി കൈ വല്ല ക്വസ്റ്റ്യൻ. ഇതൊക്കെ എന്തിൻ്റെ അത്ര ക്വസ്റ്റ്യൻ? ചോദിക്ക്. കമോൺ. ഞാൻ ചോദിക്കാം ഒന്നുകൂടി. എന്നെ ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോ എന്താ ചിന്തിച്ചേ? എന്നെ ഫസ്റ്റ് കാണുമ്പോ എവിടുന്നാണ് എന്താ ഫസ്റ്റ് എന്നെ കണ്ട് അവ കണ്ടപ്പോ എന്താണ് എനിക്ക് തോന്നി? എന്നെ കണ്ടപ്പോ ഇത് ഞാൻ യാസിനോട് മുന്നേ പറഞ്ഞതാണ്. ഒന്നുകൂടെ കേൾക്കാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോ ചോദിച്ചതേ. ക്വസ്റ്റ്യൻ അങ്ങനെ എന്തേലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അങ്ങനെ വെച്ചാ എനിക്ക് വലിയൊരു ഇക്കാക്കയാണ്. ഞാനോ? എനിക്ക് ചെറിയ വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോഴേ എനിക്ക് നല്ല എന്താ പറയാ, ഒരു കാണാനൊക്കെ ഭംഗിയുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ചെക്കൻ അത്ര എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെയല്ലേ? നിർപ്പെന്ന് തോന്നുന്നു. ഇപ്പൊ തോന്നണ രണ്ടാഴ്ചയിലാണല്ലോ ഞാൻ അങ്ങനെ തോന്നിയെന്ന് തോന്നി. ഇതെന്താ ക്വസ്റ്റ്യൻ ആയിട്ടില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇന്ത്യയിലുണ്ട്. ആദ്യം അത് കഴിഞ്ഞ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മള്
പുറത്ത് പോയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ഇതാണ്. പുറത്ത് പോയാലോ? പുറത്ത് പോയതെന്ന് വെച്ചാല് അതിൽ വേറെ വിഷയം എന്താ പറയുക, എൻ്റെ കൂടെ എല്ലാ ദിവസവും കാര്യം അങ്ങനെ എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. വേസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം, വേസ്റ്റ് ആയിട്ടുള്ള ദിവസം, വേസ്റ്റ് ആയിട്ടുള്ള ദിവസം ഇല്ലടി. ഇവള് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഓൾവേസ് അടിപൊളിയാണ്, മനസ്സിലായില്ലേ? എല്ലാ പറയണം വേസ്റ്റ് ആയിട്ടുള്ള ദിവസം. വേസ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റുന്നുണ്ട്. ഒരു വിഷയം അത് നമ്മളെ ഇതിലുള്ളതാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറേ പൈസ അങ്ങനെ പോകും. മണ്ടത്തരം കൊണ്ട് മാത്രം ഒരുപാട് പൈസ പോകും. അപ്പൊ പിന്നെ അത് നീ അങ്ങനെ ചെയ്ത് പിന്നെ അത് എങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ വേസ്റ്റ് ദിവസം എന്ന് പറയാന് നോ നെവർ. എൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഗൈസ് അപ്പൊ രണ്ടാളെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു ഗൈസ്. അപ്പൊ ഇങ്ങനെ വെറുതെ ഒരു രസം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ വിചാരിച്ചു. അപ്പം ഈവനിങ് നമ്മളിങ്ങനെ ഫ്രീ ആയപ്പോ നമുക്കൊരു ഗെയിം കളിച്ചാലോ? പിന്നെ തോന്നെ ആൾക്കാർ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ, കസിൻസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും ഗെയിമൊക്കെ ആയിട്ട് വെറുപ്പിക്കല് ഇടക്കിടക്ക് വരും. വർക്ക് കഴിഞ്ഞ് കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ വെറുപ്പിക്കാൻ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഗെയിം കളിക്കാം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാന്നൊക്കെ. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ എടുത്തു വീഡിയോ. പറയാം. എല്ലാവരും കമന്റ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടു. അതേപോലെ ലൈക്ക് കൂടി. വീഡിയോ കാണുന്ന ആളുകളൊന്നും കമന്റ് ചെയ്യില്ല, ലൈക്കും ഇല്ല. മോശമാണ്. ലൈക്ക് ഇടാ, കമന്റ് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോഗ്രാഫി ഇതിൻ്റെ പേര് ഡ്രീം ലൈറ്റ് എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും വെഡിങ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യുക, അടിപൊളിയാക്കിയിട്ട് നല്ല അടിപൊളി പടമൊക്കെ എടുക്കാം, പിക്ചറൊക്കെ എടുക്കാം. പിന്നെ പടം മീൻസ് നമ്മൾ പടം എന്ന് പറയുന്നത് പിക്ചറൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. വീഡിയോ ഉണ്ട്, വീഡിയോ വേണ്ടവർക്ക് വീഡിയോ എടുക്കാം, സ്റ്റില്ല് വേണ്ടവർക്ക് സ്റ്റില്ല് ചെയ്യാം, എല്ലാം ഉണ്ട്. ആൽബം വേണമെങ്കിൽ ആൽബം ചെയ്യാം, പെൺഡ്രൈവ് ആണെങ്കിൽ പെൺഡ്രൈവ് ചെയ്യാം. പിന്നെ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പേജ് പേജൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ യൂട്യൂബ് ചാനലും പേജ് ഇൻസ്റ്റയിൽ നമ്മൾ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീണ്ടും പറയാണ് മറക്കരുത്. നിങ്ങളെ അഭിപ്രായം വരെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.